അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങൾക്ക് കണ്ടെത്താനാകും, നിങ്ങൾ സ്നേഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അങ്ങനെ അവരുടെ ചെറിയ സഹായം അല്ലെങ്കിൽ ഉപദേശം നിങ്ങളിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കും. നിനക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടുകാരോടും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരോടും കടപ്പാട് പ്രകടമാക്കണം. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വാത്സല്യ ഭാജനത്തെക്കുറിച്ചുള്ള ദിവാസ്വപ്നങ്ങളിൽ ദിവസം കഴിച്ചുകൂട്ടും. ഇന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ വാത്സല്യ ഭാജനത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങ് ബഹിരാകാശം വരെ എത്തും. നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഇന്ന് നിങ്ങൾക്ക് വളരെയധികം അനുഭവപ്പെടും. ഈ നിമിഷങ്ങൾ അവസാനിക്കരുതെന്ന ആഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകും. ഈ വഴിക്ക് ഒന്ന് അലഞ്ഞു തിരിയുന്നത് ഒരു ദിവസത്തേക്ക് നല്ലതാണ്. എന്നാൽ നാളെ നിങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുവെന്നും കാലുകൾ വീണ്ടും നിലത്ത് തന്നെ നിൽക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ഏരിസ് കരിയർ. ഈ ദിവസം നിങ്ങളുടെ തൊഴിൽ വികസനത്തിന് നന്നായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തിക്ക് വിദേശത്ത് കക്ഷികളുമായി ബന്ധമുണ്ടെങ്കിൽ, തൊഴിൽ സംബന്ധിച്ച അവസരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വിദേശത്തുള്ള കക്ഷികൾ വഴിയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് സൂചിപ്പിക്കും. ചില അതിശയകരമായ പുരോഗതികൾ അവരിൽ നിന്നും വരും എന്നതിനാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഏതെങ്കിലും തെരഞ്ഞെടുക്കുന്നതിനെ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് ഉറപ്പാക്കുക. ഏരിസ് ഫൈനാൻസ്. വിദ്യാർത്ഥികളായ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകിയാൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ആവശ്യമായി വളരെയധികം ചിലവുകളും വരുത്തിയിരിക്കും. അത് സാരമില്ല, ആവശ്യവുമാണ്. കാരണം നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ നന്നായി പഠിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായതാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല നിക്ഷേപമാണ്. ഈ ചിലവ് ചുരുക്കേണ്ടതില്ല. ഏരിസ് ഹെൽത്ത്. ഇന്ന് യാത്രയിലായിരിക്കുമ്പോൾ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വിശ്വാസഘാതിയായ വഴിയായിരിക്കുവാനും അതുമൂലം അപകടങ്ങൾ സംഭവിക്കുവാനും ഇന്ന് സാധ്യതകൾ കാണുന്നു. ഇന്നത്തെ ദിനം അപകടങ്ങളൊന്നുമില്ലാതിരിക്കുവാൻ കുറച്ചേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും പ്രതിരോധാത്മകമായി ഇരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള മതിപ്പ് കളയാതിരിക്കുക. ക്ഷീണം തോന്നുന്നുവെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ അപകടങ്ങളിൽ നിന്നും ഒഴിവാകാം. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. ഇത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലും പ്രണയത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കും. പൊതുവെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂർമ്മ ചിന്തയും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായിരിക്കും. ഈ അനുഭവം നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബത്തിലും സന്തോഷമുണ്ടാക്കണം. ടോറസ് റൊമാൻസ്. ഇന്ന് അനുരാഗത്തിന്റെ ലോകത്തിൽ നിങ്ങൾക്ക് ദുഃഖമാണ് കാണുന്നത്. നിരാശയും വേദനയും കാണുന്നു. ഒരു വേർപിരിയലിനും സാധ്യതയുണ്ട്. ഇത് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം. രണ്ടായാലും കുറച്ചു കാലമായി ഇത് ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഈ വാർത്ത നിങ്ങൾ വല്ലാതെ അലട്ടാതിരിക്കട്ടെ. കാരണം നിങ്ങൾ എളുപ്പം ഇതിൽ നിന്ന് മോചിതമാകുകയും വീണ്ടും അനുരാഗം കണ്ടെത്തുകയും ചെയ്യും. ടോറസ് കരിയർ. ഈ സമയം നിങ്ങളുടെ എതിരാളികളുമായി നിങ്ങൾ മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കെതിരായുള്ള അവരുടെ കൗശല പ്രവർത്തനം പുരോഗമിക്കും. അതിനാൽ നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്തെന്ന് ഉറപ്പുവരുത്തുക എന്നതിനൊപ്പം നിങ്ങളെ മോശമായി ആരെങ്കിലും ചിത്രീകരിച്ച് നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ കഴിയില്ലെന്നും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ടോറസ് ഫൈനാൻസ്. മെഡിക്കൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ശമ്പളം നൽകുന്ന ഒരു ജോലിക്കുള്ള ഇന്റർവ്യൂ വന്നു ചേരും. ജോലിയിലെ വെല്ലുവിളികൾ നിങ്ങളെ ഉത്തേജിപ്പിക്കും. നിങ്ങളുടെ ആശയങ്ങൾ ശ്രദ്ധിക്കപ്പെടും. അത് നിങ്ങൾക്ക് ഭാവുകങ്ങളും ബഹുമാനവും ലഭിക്കും. ടോറസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നല്ല മൂഡിലായിരിക്കും. നിങ്ങൾ ഈയിടെയായി അത്ര നല്ല മാനസിക സ്വാസ്ഥ്യത്തിലല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ആയാസവും ഉന്മേഷവും തോന്നും. ഈ അവസ്ഥ മൂലം മാറ്റിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ഈ ഉന്മേഷം ഉപയോഗിക്കുക. ജെമിനി ഓവർവ്യൂ. കൂട്ടുകാർ, പങ്കാളി, സുഹൃത്തുക്കൾ എന്നിവർ നിന്നെ സഹായിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുക. ഏത് സമയത്തും നീ അവരുടെ ഉപദേശം കേൾക്കുക. അവർ നിന്നെ എത്രമാത്രം സഹായിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുക. തുറന്ന മനസ്സോടെ സത്യസന്ധതയോടെയും അവർ നിന്നെ സഹായിക്കുന്നുവെന്ന് നീ ഓർക്കുക. അതുമാത്രമല്ല, അവർക്ക് നിന്റെ ജീവിതത്തിൽ പ്രധാന പങ്കുണ്ട് എന്ന് വിചാരിക്കുക. ജെമിനി റൊമാൻസ്. ഇന്ന് നിങ്ങളും പങ്കാളിയുമായുള്ള ബന്ധം തകർക്കുവാൻ ശ്രമിക്കുന്ന പുറത്തുനിന്നുള്ള ഒരാളെ ശ്രദ്ധിക്കുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കേണ്ടതാണ്. ഈ പുറത്തുനിന്നുള്ള വ്യക്തിയെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സമ്മതിക്കരുത്. പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം വെള്ളം കൂടുതൽ കലക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരെ കഴിവതും അകറ്റുക. പരസ്പരം സംസാരിക്കുക. എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും.
Gemini. കരിയർ. ഒരു പ്രത്യേക ജോലി നിങ്ങളെ ഏൽപ്പിക്കപ്പെടുന്നതിനാൽ ഇന്ന് അത് നിങ്ങളുടെ മർദ്ദം താങ്ങുവാനുള്ള ശക്തിയെ പരീക്ഷിക്കും. ഇത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തുവാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഔദ്യോഗിക കഴിവുകളും സമയവും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. വിജയം നിങ്ങൾക്ക് ഔദ്യോഗിക പുരോഗതി നൽകുമെന്ന് മാത്രമല്ല, ബഹുമാനവും കൊണ്ടുവരും. Gemini. ഫൈനാൻസ്. ധനമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ ഇന്ന് നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. നിരാശപ്പെടുത്തുന്ന നഷ്ടങ്ങൾക്ക് നിങ്ങൾ ഇന്ന് അടിമയാകും. പണം തുടങ്ങി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും ഇന്ന് നല്ല ശ്രദ്ധ വേണം. അവ സുരക്ഷിതമായി ഒളിഞ്ഞു നോട്ടക്കാർക്ക് എത്താത്തിടത്ത് സൂക്ഷിക്കുക. Gemini. ഹെൽത്ത്. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിനം കളി, വിശ്രമം എന്നതാണ്. ശാന്തമായിരിക്കുക. ഒരു വക ആയാസങ്ങളും വേണ്ട. കഴിയുമെങ്കിൽ കുറച്ച് കൂടുതൽ ഉറങ്ങുക. മാനസിക പിരിമുറുക്കങ്ങൾ അതിന്റെ നെല്ലിപ്പടിയിൽ വയ്ക്കുക. ഈ വിശ്രമവേള കൊണ്ട് നിങ്ങളുടെ ശാരീരിക ആസ്വാസ്ഥ്യം, ഊർജം, മൂഡ് എന്നിവയ്ക്കെല്ലാം ഗുണമുണ്ടായെന്ന് നിങ്ങളറിയും. Cancer. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ സന്തുഷ്ടവും ആനന്ദവും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. ഈ അവസരം മുതലെടുത്ത് വീട്ടുകാരും കൂട്ടുകാരുമായി ബന്ധപ്പെടുക. എല്ലാവരുമായി ഒത്തുകൂടി എല്ലാ പ്രയാസങ്ങളും ഇന്ന് മറക്കുക. Cancer. റൊമാൻസ്. അനുരാഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ ഇന്നത്തെ ദിനം വളരെയധികം പ്രത്യാശ നൽകുന്നതാണ്. ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങൾ ഒരു അനുരാഗ പങ്കാളിയെ തിരയുകയായിരുന്നുവെങ്കിൽ ഈ സമയത്തെ ആ വ്യക്തിയെ കണ്ടുകിട്ടുവാനുള്ള സാധ്യത വളരെയധികമാണെന്ന് തന്നെ. തമാശകളിൽ അധിഷ്ഠിതമായ വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു ബന്ധം മാത്രമായിരിക്കും. അല്ലാതെ ജീവിതകാലം മുഴുക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കേയില്ല. എന്നിരുന്നാലും ഇത് ജീവിതകാലം മുഴുക്കെ ആലോചിച്ചാസ്വദിക്കാനാകുന്ന ചില മധുര സ്മരണകൾ സമ്മാനിക്കും. Cancer. കരിയർ. നിങ്ങളുടെ കഴിവും ക്രിയാത്മകതയും ഉപയോഗിക്കുന്നത് ജോലിസ്ഥലത്ത് നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക ഔദ്യോഗിക ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ദീർഘകാലത്തിൽ സ്ഥാപനത്തിൽ ഒരു പ്രധാന സ്ഥാനം ലഭിക്കുന്നതിന് ഇത് ഉപകരിക്കും. ഫാഷൻ ഡിസൈനിംഗ് രംഗത്തുള്ളവർക്ക് ഇന്ന് അവരുടെ പ്രഭാവം നിലനിർത്തുന്നതിനായി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതായി വരും. പുതിയ മേച്ചിൽപ്പുറങ്ങൾക്കായി നിങ്ങൾ നിങ്ങളുടെ ക്രിയാത്മക മനസ്സിനെ തുറന്നുവിടുക. Cancer. ഫൈനാൻസ്. ഒരു കാറിനോ അല്ലെങ്കിൽ വീടിനോ ലോൺ അപേക്ഷിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ ദിനമാണിന്ന്. ഒരു പുതിയ കാറ് വാങ്ങുവാനും ഇന്ന് നല്ല ദിനമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കാര്യക്രമത്തിലുണ്ടെങ്കിൽ മുന്നോട്ടു പോകുക. ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ്. Cancer. ഹെൽത്ത്. ശുഭകാര്യങ്ങൾ സ്വീകരിക്കുവാനായി ഇന്ന് മനസ്സിനെ തുറന്നു വയ്ക്കുക. അത് നിങ്ങൾക്ക് പുതിയ ഊർജം നൽകും. വിഷാദത്തെ തളയ്ക്കുവാൻ നിങ്ങളുടെ പുഞ്ചിരിക്കാകും. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരുടെ സ്വാസ്ഥ്യത്തിനും ഗുണം ചെയ്യും. അതായത് നിങ്ങളുടെ സന്തോഷം ഇന്നൊരു പകർച്ചവ്യാധിയാണെന്ന്. Leo. ഓവർവ്യൂ. ഒരു പുതിയ വ്യാപാരം അല്ലെങ്കിൽ പുതിയ പദ്ധതി തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇന്ന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് നിങ്ങളുടെ പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കും. Leo. റൊമാൻസ്. അനുരാഗത്തിന്റെ ലോകത്തിൽ ഇന്ന് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളുടെ ബന്ധുക്കളെത്തും. വിവാഹം കഴിക്കുവാനായി ഒരു പങ്കാളിക്കായുള്ള തിരച്ചിലിലായിരുന്ന നിങ്ങൾ എന്നാൽ അതിതുവരെയും വിജയം കൈവരിച്ചില്ല. നിങ്ങളോട് സ്നേഹമുള്ള ഒരു ബന്ധു ഇന്ന് ഒരു പുതിയ ആലോചനയുമായി എത്തും. ഇതൊരു പുതിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കാതിരുന്ന വ്യക്തി. ഈ പുതിയ സാധ്യതയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. കാരണം ഇന്ന് പുതിയ അവസരങ്ങൾക്ക് വഴി തുറന്നേക്കാം. Leo. കരിയർ. ഏറെ നാളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാൽ ജോലി തടസ്സങ്ങളൊന്നുമില്ലാതെ പുരോഗമിക്കും. അധികൃത സ്ഥാനത്തിരിക്കുന്നവർ ഇന്ന് അനുകൂലമാവുകയും നിങ്ങളുടെ തീരാതിരിക്കുന്ന ജോലികളെല്ലാം പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും. നിങ്ങളുടെ ജോലികളെല്ലാം തീർക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയും നിങ്ങളുടെ രേഖകളെല്ലാം വേണ്ടവിധം ശരിയാക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ജോലി അനായാസമാവാനും നിങ്ങളെ ഒരു ശരിയായ സ്ഥാനത്ത് എത്തിക്കാനും സഹായിക്കും. എല്ലാ ഭാവങ്ങളും നേരുന്നു. Leo. ഫൈനാൻസ്. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ധനലാഭമുണ്ടാകും. ജോലി കൂടുതലുണ്ടാകും. അതുകൊണ്ട് അതിനെ അച്ചടക്കത്തോടെ നേരിടുക. വളരെയധികം പേർ നിങ്ങളെ കാണുവാനെത്തും. അതിലാരെയും കാണാതെ തിരിച്ചയക്കരുത്. കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭമുണ്ടാക്കുവാൻ കഴിയുന്ന ദിനമാണിന്ന്. കുറച്ചധിക സമയം ജോലി ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കുക. Leo. ഹെൽത്ത്. ഇന്ന് ചർമ്മത്തിന് പ്രശ്നങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ കാര്യത്തിൽ ഇന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇന്ന് എന്തെങ്കിലും ചർമ്മ സംബന്ധിയായ അസുഖങ്ങൾ കാണുന്നുവെങ്കിൽ
ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. സ്വയം ചികിത്സിക്കുവാൻ ശ്രമിക്കരുത്. യോഗ്യതയുള്ള ഒരാളിൽ നിന്നും വൈദ്യോപദേശം തേടുക. Virgo, ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയേക്കാം ഈ ആഴ്ച അവസാനം ബന്ധുക്കളെയും കൂട്ടുകാരെയും സന്ദർശിച്ച് പഴയകാലം ഓർമ്മിപ്പിക്കാമെന്ന്. പ്രതിഫലനവും ആത്മപരിശോധനയും ചെയ്തിരിക്കാം. കൂടാതെ ഇന്ന് നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നും ധാരാളം ഉൾപ്രേരണകളും സമാധാനവും ലഭിക്കും. Virgo, റൊമാൻസ്. പരസ്പര ധാരണയുള്ളവരാണ് നിങ്ങൾ ഇരുവരുമെങ്കിലും ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം തീർത്തും രസകരമായിരിക്കും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കുന്നതും സുന്ദരവുമായി തീരും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു സമ്മാനം ലഭിക്കും. അത് നിങ്ങളെ വളരെ കാലം ഓർമ്മിക്കുകയും ചെയ്യും. കാരണം അത് ഒരു പ്രത്യേക അവസരം പ്രമാണിച്ച് നിങ്ങൾക്ക് ലഭിച്ചതാണ്. Virgo, കരിയർ. നിങ്ങൾക്ക് അടുപ്പമുള്ളയാളിൽ നിന്നുള്ള ഒരു വ്യാപാര ബന്ധ വാഗ്ദാനം നിങ്ങൾ ഇന്ന് പരിഗണിക്കും. ഈ സമയം നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കാമോ എന്ന് ചിന്താക്കുഴപ്പത്തിലായേക്കാം. നിങ്ങൾക്ക് ഒരു വ്യാപാരം നല്ലതാണ്, എങ്കിലും നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് പരിഗണിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കാൻ ശ്രമിക്കുക. Virgo, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി പദ്ധതികൾ രൂപപ്പെടുത്തേണ്ട സമയമാണിത്. ആ ബജറ്റിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അടയാളപ്പെടുത്തൂ. അവിടേക്ക് എത്തിപ്പെടുവാൻ എത്ര പണം വേണമെന്ന് കണക്ക് കൂട്ടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാനാകും. എന്നാൽ അതിനായി ചില ദീർഘകാല കാര്യപരിപാടികളും ബജറ്റ് നിയന്ത്രണവും വേണം. അത് തുടങ്ങുവാൻ ഏറ്റവും പറ്റിയ ദിനം ഇന്നാണ്. Virgo, ഹെൽത്ത്. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആയാസത്തോടെ നേടിയതിനാൽ നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം തോന്നും. ദൃഢമായ രീതിയിൽ കാര്യങ്ങളെ നേരിട്ട് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽ ഒരു ചെറിയ ആധിപത്യം തന്നെ നൽകും. അത് തടസ്സങ്ങളെ വളരെ വേഗത്തിൽ നീക്കും. വളരെ കാലമായി ഉള്ള ഒരസുഖത്തിനും ഒരുപക്ഷെ ശമനമാകും. ഇത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരുന്ന ഒരു മാനസിക സ്വാസ്ഥ്യം നൽകും. Libra, ഓവർവ്യൂ. ഗ്രൂപ്പിൽ നിന്ന് ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ഒന്നുകിൽ നീ കൈപൊക്കുക, അല്ലെങ്കിൽ നീ ഉച്ചത്തിൽ സംസാരിക്കുക. നിന്റെ കഴിവ് വെളിപ്പെടുത്താനായില്ലെങ്കിൽ നിന്റെ ജോലികൾ കുറച്ച് വിട്ടുകൊടുക്കുക. നിന്റെ കയ്യിലുള്ള ജോലിയെപ്പറ്റി സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നിനക്ക് വിജയമുണ്ടാകും. Libra, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ഒന്നുകൂടി വിശകലനം ചെയ്യണം. പ്രത്യേകിച്ചും ബന്ധത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നുവെങ്കിൽ. അങ്ങനെയെങ്കിൽ അതിന്റെ കാരണവും കാണണം. അതെന്തെന്ന് കണ്ടെത്തുക മാത്രമല്ല, അതിനെ വേരോടെ പിഴുതെറിയുകയും വേണം. എന്നിട്ട് അവയെ തുറന്ന സത്യസന്ധമായി നേരിടുക. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളും പങ്കാളി നിങ്ങളെയും സത്യസന്ധമായി മനസ്സിലാക്കുവാൻ അതാണ് ആകെയുള്ള വഴി. Libra, കരിയർ. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് സെമിനാറുകളിൽ പങ്കെടുക്കുക വഴി പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുവാൻ പറ്റിയ ദിനമാണിന്ന്. ഈ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളുടെ മേൽ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കും. കൂടാതെ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ വിജയവും. ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റ് കഴിവുകളോടൊപ്പം ബുദ്ധിയും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എന്നിരുന്നാലും കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുകയെന്നതും അത് കൈവരിക്കുവാനായി കഠിന പ്രവർത്തനം നടത്തുക എന്നതും പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങളുടെ ഈ പ്രവർത്തികൾക്ക് പ്രതിഫലം ദൂരെയല്ലാതെ ഉണ്ടാകും. Libra, ഫൈനാൻസ്. ഇറക്കുമതിയോ കയറ്റുമതിയോ ആയി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിനമാണെന്ന് കാണുന്നു. നിങ്ങളുടെ ഉദ്യോഗം പുഷ്പിക്കും. വിദേശികളുമായി ബന്ധപ്പെട്ട് കച്ചവട ബന്ധങ്ങൾ തുടങ്ങുവാൻ ഇന്ന് അവസരമുണ്ടാകും. തുടങ്ങുകയെങ്കിൽ അത് നല്ല ഗുണകരവുമാകും. നിങ്ങളുടെ കച്ചവടത്തിലെ വിദേശ ഘടകം വളരെ പ്രധാനമുള്ളതാകും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് മുമ്പേ എല്ലാ കോണുകളും പരിശോധിക്കുക. Libra, ഹെൽത്ത്. ഹൃദയ സംബന്ധിയായ അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ന് കുറച്ച് സുഖമുണ്ടാകും. എന്നിരുന്നാലും ഈ സൗഖ്യം നിലനിൽക്കുവാനായി ആഹാരകാര്യത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധയിൽ ഇളവ് വരുത്തരുത്. മാനസിക പിരിമുറുക്കവും ഒഴിവാക്കുക. കാരണം അത് നിങ്ങളുടെ നില വീണ്ടും മോശമാക്കിയേക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന്റെ ദിനം ആസ്വദിക്കുക. Scorpio, ഓവർവ്യൂ. പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയ്ക്കായി ഇന്ന് തയ്യാറെടുക്കാം. നല്ല യാത്രയാവും, ആസ്വദിക്കുക. വ്യക്തിപരമോ തൊഴിൽപരമോ ആവട്ടെ, യാത്രയെ ആസ്വാദ്യമാക്കൂ. ഓർമ്മകൾ സുഖമുള്ളത് തന്നെ ആയിരിക്കും. Scorpio, റൊമാൻസ്. ഇന്ന് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി നിങ്ങളുടെ ഡേറ്റ് ഉണ്ടാകുമെന്നതിനാൽ ഇന്നത്തെ ദിനത്തിൽ അനുരാഗം നിറയുമെന്ന് കാണുന്നു. ഈ വ്യക്തിക്ക് മതിപ്പ് തോന്നുവാനായി നിങ്ങൾ സൗമ്യമായും ധൈര്യത്തോടു കൂടിയും പെരുമാറണം. ഒന്നൊതുങ്ങി നിന്ന് നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം തുറന്നു പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ ശരിയായ രൂപം ഒരുപക്ഷെ ഈ ബന്ധം അപകടപ്പെടുത്തിയേക്കാം. നിങ്ങൾ ഇരുവരും തുറന്ന മനസ്സോടെയും സത്യസന്ധതയോടെയും തുടക്കം മുതൽ പെരുമാറുന്നത്
നിങ്ങൾ ഇരുവർക്കും ഗുണം ചെയ്യും. Scorpio, കരിയർ. ജോലിയിൽ വിജയം കൈവരിക്കുന്നതിന് ആത്മവിശ്വാസം വളർത്തുന്നത് സഹായകരമാകും. ജോലിയിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുക, ജോലിസ്ഥലത്ത് ഒരു നേതാവിന്റെ സ്ഥാനം കരസ്ഥമാക്കുക. ജോലിയിൽ അവഗണിക്കുവാനുള്ള നിങ്ങളുടെ ശൈലി കൂടുതൽ ജോലിഭാരത്തിനും മാനസിക പിരിമുറുക്കത്തിനും ഇടവരുത്തും. അധിക ജോലികളിൽ നിന്നും ഓടിയൊളിക്കുന്നവർ മേലാളന്മാരുടെ അപ്രീതി പാത്രീഭവിക്കും. ഔദ്യോഗിക വിജയത്തിന് അടിസ്ഥാനമായി വേണ്ടത് ശ്രദ്ധയും ആത്മാർപ്പണവുമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുക. പ്രവർത്തികൾ ധൈര്യത്തോടെ ചെയ്യുക. Scorpio, ഫൈനാൻസ്. കൂടുതൽ ലൗകിക സുഖങ്ങൾ ഇന്ന് ആർജിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതം ഇന്ന് കൂടുതൽ സന്തുഷ്ടമാകും. എന്നിരുന്നാലും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നവയെ കണ്ടില്ലെന്ന് നടിക്കരുത്. കുടുംബം, കൂട്ടുകാർ, ആരോഗ്യം എന്നിവയാണവ. ഇതു മൂന്നും യഥാസ്ഥാനത്താണെങ്കിൽ എന്തുകൊണ്ട് ഒരു നല്ല വസ്തുവിനായി ഇന്ന് ഷോപ്പിംഗ് ആയിക്കൂടാ? Scorpio, ഹെൽത്ത്. ഇന്ന് വളരെ ശ്രദ്ധിച്ച് വണ്ടിയോടിക്കുക. അപകട സാധ്യതകൾ വളരെയധികം കാണിക്കുന്ന ഒരു ദിനമാണ്. വഴിയപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നു. വണ്ടി ഓടിക്കുകയോ വഴിയിലൂടെയോ വഴിയോരത്തുകൂടെയോ നടക്കുകയോ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കുക. എല്ലാ ട്രാഫിക് നിയമങ്ങളും അനുസരിക്കുക. Sagittarius, ഓവർവ്യൂ. താങ്കളുടെ സാമൂഹ്യ രംഗത്തുള്ള കർമ്മങ്ങൾ ഇന്ന് ശരിക്കും മുന്നേറുന്നതായി താങ്കൾക്ക് കാണപ്പെടും. സുഹൃത്തുക്കളുമായി സമയം ചെലവിടുന്നതും ജോലി രംഗത്തുള്ള പുരോഗമനത്തിലും താങ്കൾ ആനന്ദിക്കും. വളരെ തിരക്കേറിയതും ഫലപ്രാപ്തി ഉളവാക്കുന്നതുമായ ഇത്തരം മേളകൾ ആനന്ദിക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. Sagittarius, റൊമാൻസ്. ഒരു ജീവിതകാല ബന്ധത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഒരു വിവാഹം എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂടി സ്ഥാനം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുരാഗ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ഒന്നുകൂടി ചിന്തിക്കുക. Sagittarius, കരിയർ. തൊഴിൽ സംബന്ധമായി നിങ്ങളുടെ ചിറകുകൾ അടുത്ത സമയത്ത് വിടർത്താൻ ആഗ്രഹിച്ചുവെങ്കിൽ നിങ്ങളുടെ നിലവിലെ സ്ഥാനത്തെ അതിന്റെ പ്രതിഫലനം കണ്ട ദിവസം ഇന്നാണ്. അതിനൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ചും തിരിച്ചറിയുക. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ നിങ്ങളുടെ മനസ്സ് ഒരളവ് മന്ദമായി നീങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരളവ് മുഷിവുണ്ടാവുന്നതായി തോന്നുന്നു. സ്വയം ഊർജം വീണ്ടെടുക്കുകയും നിങ്ങളുടെ ജോലിയിൽ പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. Sagittarius, ഫൈനാൻസ്. ഇന്ന് പ്രതീക്ഷിക്കാത്ത കുറച്ച് പണം കൈവരുന്നത് കാണാം. ഇത് ഒരു സമ്മാനമായോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തായോ ആയിരിക്കാം. രണ്ടായാലും ഇത് നിങ്ങളുടെ സ്ഥിര വരുമാനത്തിന്റെ ഭാഗമല്ല. ഇതൊരു സ്വാഗതാർഹമായ ബോണസായി കണക്കാക്കുക. ഇതിൽ ആവതും സമ്പാദിക്കുവാൻ ശ്രമിക്കുക. ചിലവാക്കാനുള്ള ഒരാഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുമെങ്കിലും പിന്നീട് വളരെയധികം ചിലവുകൾ വന്നുകൂടുമ്പോൾ ഇതൊരു അനുഗ്രഹമായിരിക്കും. Sagittarius, ഹെൽത്ത്. ഈയിടെയായി നിങ്ങൾ അമിതമായി ജോലി ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ സമയവിവര പട്ടികയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ശരീരത്തിന് കുറച്ച് വിശ്രമവും വീണ്ടും ചാർജ് ചെയ്യുവാനുള്ള സമയവും നൽകണം. നിത്യേനയുള്ള ക്ഷീണിപ്പ് ജോലികളിൽ നിന്ന് ഒന്നു മാറി ക്രിയാത്മകമായ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുക. ശാരീരിക അസ്വാസ്ഥ്യമുള്ളവർ ഇന്ന് അതിൽ നിന്ന് മുഴുവനായും മുക്തമാകും. വ്യായാമം നിങ്ങളുടെ നിത്യദിനത്തിന്റെ ഒരു ഭാഗമാക്കുക. Capricorn, ഓവർവ്യൂ. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. Capricorn, റൊമാൻസ്. ഒരാളിൽ നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് പതിയുന്നതിനാൽ അനുരാഗം ഇന്ന് നിങ്ങളെ മാടി വിളിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു പുതിയ ലോകത്തിൽ പ്രവേശിക്കുവാനും പുതിയ വികാരങ്ങൾ കണ്ടെത്തുവാനും ജീവിതത്തിൽ പുതിയ ആവേശങ്ങൾ അറിയുവാനും കാരണമാക്കും. അതുമാത്രമല്ല, ആദ്യ അനുരാഗത്തിൽ വിസ്മയത്തിന്റെ അംശമുണ്ടെന്നറിയുവാനും ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ പിന്തുടരുക. എന്നിട്ട് ഈ ബന്ധം ആകർഷകമാണോ എന്നറിയുക. Capricorn, കരിയർ. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇന്ന് നിങ്ങൾ സുരക്ഷിതമായി വർത്തിക്കുകയാണെങ്കിലോ ആപൽക്കരമായവ നേരിടാൻ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിശയിക്കും. നിങ്ങൾക്ക് മുമ്പിൽ വിവിധ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ലഭിക്കും. അവയിൽ ചിലത് തികച്ചും സുരക്ഷിതവും ചിലവ കൂടുതൽ ആപൽക്കരവുമായിരിക്കും. ഇന്ന് നിങ്ങൾ എല്ലാ വശങ്ങളെയും ജാഗ്രതയോടെ വിലയിരുത്തുകയും ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റവും മൂലയും ശ്രദ്ധയോടെ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ തികച്ചും യൗവനത്തിലാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു വലിയ അവസരം ഏറ്റെടുക്കുന്നില്ല? Capricorn, ഫൈനാൻസ്. നിങ്ങളുടെ മനസ്സുറപ്പും ധൈര്യവും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കും. വളരെ ഏകാഗ്രതയോടെ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കണം.
ക്രിയാത്മകമായ ഊർജവും പ്രവൃത്തി പരിചയവും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സഹായകരമാകും. സാമ്പത്തിക ലാഭങ്ങൾ കൈവരിക്കുവാനായി പുതുമയാർന്ന കാര്യങ്ങൾ ചെയ്യുക. ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിൽ നിൽക്കുക. അവസ്ഥയെക്കുറിച്ച് ശരിയായ വിശകലനം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും നൽകും. Capricorn, ഹെൽത്ത്. റോഡ് അപകടങ്ങളുടെ സൂചനയുള്ള ദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ റോഡിലൂടെ സഞ്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. സുരക്ഷാ ഉപകരണങ്ങളെല്ലാം ധരിക്കുക. അപകട സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ കരുതലോടെ പ്രതിരോധാത്മകമായി മാത്രം ഓടിക്കുക. വഴിയിൽ നിന്ന് നിങ്ങൾക്ക് അത്യന്തം ശ്രദ്ധാലുവാകുവാണെങ്കിൽ മിക്കവാറും അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാകും. Aquarius, ഓവർവ്യൂ. ഇന്നുള്ള നിന്റെ സന്തോഷത്തിന്റെ കാരണം നിന്റെ അടുത്ത ബന്ധുവാണ്. അവരുടെ സഹായവും ഉപദേശവും നിനക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. അത് നിനക്കുള്ള വെല്ലുവിളികളെ നേരിടാനാകും. ഇന്ന് നിനക്ക് തോന്നും താൻ എത്ര ഭാഗ്യവാനാണ് എന്ന്. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര സഹായം കിട്ടുന്നത്. അതിനാൽ നിന്റെ ചുറ്റിനുമുള്ളവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കണം. Aquarius, റൊമാൻസ്. നിങ്ങൾ വളരെ സ്നേഹപൂർണമായ മൂഡിലാണ്. വളരെയധികം സമയം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്നേഹഭാജനവുമായി ഫോണിലൂടെ മധുരമൂറുന്ന വാക്കുകൾ വിളമ്പുവാൻ ചിലവഴിക്കും. ഈ വാക്കുകൾ ഓൺലൈനിൽ മെസ്സേജുകളായും വരാം. ഏത് വഴിക്കായാലും ഇന്ന് ഉച്ചയോടെ ചില മാർദ്ദവമാർന്ന വാക്കുകളോടെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കും. ഇത് നിങ്ങൾ തമ്മിലുള്ള അനുരാഗത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ സഹായിക്കും. Aquarius, കരിയർ. ജോലിസ്ഥലത്ത് ഇന്ന് അമിതമർദ്ദമുള്ള അവസ്ഥകളെ നിങ്ങൾ അനായാസം കൈകാര്യം ചെയ്യും. ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുവാൻ നിങ്ങൾക്ക് ഒരവസരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ശുഭമായി മാത്രം ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് വിജയം മാത്രമല്ല ഔദ്യോഗിക രംഗത്തെ പുരോഗതിയും കൊണ്ടുവരും. Aquarius, ഫൈനാൻസ്. കടൽ അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് തിളക്കമുള്ളതായിരിക്കും. ഇത് വളരെ വിശാലമായ ഒരു വൃത്തമാണ്. മുത്തുകൾ മുതൽ മീൻ വരെയുള്ള വ്യവസായങ്ങൾ ഇതിൽപ്പെടും. നിങ്ങളുടെ വ്യവസായം എന്തെങ്കിലും വിധത്തിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിന്ന് ലാഭമുറപ്പാണ്. Aquarius, ഹെൽത്ത്. ആഹാരക്രമം നന്നാക്കുവാൻ പറ്റിയ ദിനമാണ്. അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾക്കായുള്ള നിങ്ങളുടെ ഇടവേളകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക. അവ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും തരുന്നില്ലെന്നും മനസ്സിലാക്കുക. ലഘുഭക്ഷണങ്ങൾ ചെറിയ തോതിൽ നല്ലതാണ്, പക്ഷേ അവ എങ്ങനെ കുറച്ചുകൊണ്ടുവരുന്നുവെന്നത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായി പെരുമാറുക. നല്ല ആരോഗ്യമെന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച് മനസ്സുറപ്പോടെ മുന്നോട്ടു പോകുക. Pisces, ഓവർവ്യൂ. ഇന്ന് നീ അല്പം നിരാശനായി കാണപ്പെടും. നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് കൈക്കൊള്ളാൻ കഴിയില്ല. അതുമാത്രമല്ല ഉൽപാദനവും കുറവായിരിക്കും. ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഒരു ദിവസത്തെ കാര്യമല്ല. ഉടനെ തന്നെ ഈ പ്രയാസങ്ങൾ മാറും. Pisces, റൊമാൻസ്. ഇന്നു മുഴുക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ഈയിടെ ആസ്വദിച്ച അനുരാഗ നിമിഷങ്ങളായിരിക്കും. ഈ ഓർമ്മകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ അനുരാഗത്തെ ഭാവിയിൽ കൂടുതൽ ആവേശകരമാക്കുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ തീപ്പൊരി അണയാതിരിക്കുവാൻ എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുക. Pisces, കരിയർ. ഔദ്യോഗിക രംഗത്തിന് കാലുകൾ നിലത്തുറപ്പിച്ച് നിൽക്കേണ്ടുന്ന ദിനമാണ്. നിങ്ങളുടെ ഭാഗം വാദിക്കുമ്പോൾ അക്രമോത്സവരാകരുത്. എന്നാൽ നിങ്ങൾക്ക് പറയുവാനുള്ളത് വ്യക്തമായി പറയുക. നിങ്ങൾ ശരിയാണെങ്കിൽ അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന പദ്ധതിക്കും ഗുണകരമാകും. നിങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുകയും ചെയ്യും. Pisces, ഫൈനാൻസ്. ഇന്ന് സാമ്പത്തികമായി നല്ല ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുവാനാകും. ഈ നല്ല സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായി ഉപയോഗപ്പെടുത്തുക. ഈ അലട്ടൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്തിട്ടില്ല. നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുക. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഈ നിശ്ചിത വരുമാനത്തിൽ കൂടുതലായി നിങ്ങൾക്ക് വരുമാനമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. Pisces, ഹെൽത്ത്. അടുത്തയിടെയായി നിങ്ങൾ വ്യായാമത്തിനു നൽകിയ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് വ്യായാമം വീണ്ടും തുടങ്ങി മനസ്സിനെയും ശരീരത്തിനെയും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. ആരോഗ്യ സ്വാസ്ഥ്യ കാര്യങ്ങളിൽ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളിലേക്ക് തിരിച്ചു പോകുക. ദീർഘകാലം കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾ മെത്തയിൽ ചിലവാക്കുന്നത് ജിമ്മിൽ ചെലവാക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായി എന്ന് തോന്നും.